തുടർഭരണം ആപത്താണെന്ന നിലപാട് ആവർത്തിച്ച് കേരള സാഹിത്യ അക്കാദമി ചെയർമാനും കവിയുമായ കെ സച്ചിദാനന്ദൻ 2 തവണ ഭരിച്ചു കഴിഞ്ഞാൽ പ്രതിപക്ഷത്തിരിക്കുന്നതാണ് നല്ലതെന്നും കോൺഗ്രസ് ഭരിക്കുന്നതാണെങ്കിലും താൻ ഇത് തന്നെ പറയുമെന്നും സച്ചിദാനന്ദൻ പറഞ്ഞു. കവി സച്ചിദാനന്ദൻ ഉൾപ്പെടെ മറ്റുള്ളവരുടെ വിമർശനം ഉൾക്കൊള്ളുമെന്നാണ് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ മറുപടി. ഇന്നലെ ദിനപത്രത്തിന് നൽകിയ അഭിമുഖത്തിലാണ് കവിയും സാഹിത്യ അക്കാദമി അധ്യക്ഷനുമായ കെ സച്ചിദാനന്ദൻ തുടർഭരണത്തിന്റെ അപകടം ആദ്യം തുറന്നു പറഞ്ഞത്. ഇന്ന് മാധ്യമങ്ങൾക്ക് നൽകിയ പ്രതികരണത്തിൽ നിലപാട് ഒന്നുകൂടി വിശദമാക്കിയ സച്ചിദാനന്ദൻ CPM-ന്റെ ബംഗാളിലെ അനുഭവം ഓർമ്മിപ്പിക്കുകയും ചെയ്തു. വീണ്ടും ഒരു ഭരണം കൂടി വന്നാൽ അവസരവാദികളായ ധാരാളം ആളുകൾ ഇടതുപക്ഷത്ത് ചേരുകയും സ്വന്തം കാര്യങ്ങൾ സ്വാധിക്കുന്നതിന് വേണ്ടി പാർട്ടിയെ ഉപയോഗിക്കുന്ന ആളുകളുടെ എണ്ണം വർദ്ധിക്കുകയും ചെയ്യാനിടയുണ്ട്. അത്തരമൊരു സന്ദർഭത്തിൽ സ്വാഭാവികമായും പാർട്ടിയുടെ അടിസ്ഥാന സ്വഭാവം തന്നെ ഇല്ലാതാവുകയും അത് ജനങ്ങളിൽ നിന്ന് കൂടുതൽ അകലുകയും ചെയ്യും. CPIM-ന്റെ ന്യൂനപക്ഷങ്ങളോടുള്ള സമീപനത്തിലെ പിശകുകൾ ചൂണ്ടിക്കാട്ടുന്ന സച്ചിദാനന്ദൻ വെള്ളാപ്പള്ളി നടേശനെ പിന്തുണയ്ക്കുന്നതിനെയും രൂക്ഷമായി വിമർശിച്ചു. വോട്ടിന് വേണ്ടി മാത്രം അവരെ ശ്രീനാരായണ ഗുരുവിനേക്കാളും വലിയ ആളുകളാണെന്നുള്ള മട്ടിൽ പറയുക, ഇത് നീചമാണ്. അത് വളരെ ഏറ്റവും ഒരു വലിയ അധപ്പതനത്തിൻ്റെ ലക്ഷണമായിട്ടാണ് ഞാൻ കാണുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ നിൽക്കെ ഇടത് സഹയാത്രികൻ കൂടിയായ സച്ചിദാനന്ദൻ നടത്തിയ അഭിപ്രായ പ്രകടനം CPIM-ന് അലോസരമുണ്ടാക്കിയിട്ടുണ്ട്. നേതാക്കളുടെ പ്രതികരണത്തിലും അത് വ്യക്തമാണ്. സച്ചിദാനന്ദന്റെ വിമർശനങ്ങൾ വ്യക്തിപരമെന്ന് MV ഗോവിന്ദൻ ചൂണ്ടിക്കാണിച്ചപ്പോൾ സച്ചിദാനന്ദൻ ഇടതനുഭാവി മാത്രമാണെന്നായിരുന്നു KK ശൈലജയുടെ പ്രതികരണം. അദ്ദേഹം സൂചിപ്പിച്ചത് അദ്ദേഹത്തിൻ്റെ ആശയമാണത്. ഈ ആശയമുള്ള ചില ആളുകളൊക്കെ ഉണ്ടാവും. അതിൻ്റെ അർത്ഥം ഈ ഗവൺമെൻറ് വേണ്ടാന്നല്ലോ, തുടരണ്ടെന്നുമല്ല. തങ്ങൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങൾ ഇടതുപക്ഷത്ത് തന്നെയുള്ളവർ പറഞ്ഞതിന് സന്തോഷത്തിലാണ് പ്രതിപക്ഷം. CPM-നുണ്ടായ അപജയത്തെക്കുറിച്ച് ഏറ്റവും കൂടുതൽ ബോധവാന്മാർ നല്ല കമ്മ്യൂണിസ്റ്റുകാരും ഇടതുപക്ഷത്തിന്റെ സഹയാത്രികരുമാണ് എന്ന ഞങ്ങളുടെ വാദം ശരിവെക്കുന്നതാണ് കവി സച്ചിദാനന്ദന്റെ പ്രസ്താവന. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.